ഇനി നമുക്ക് അതിൻ്റെ ക്രിയേറ്റിവിറ്റീനെ പറ്റിയും ഇനി അത് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം, സംസാരിക്കാവുന്നതാണ്. ഈ പടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വാലപ്പൻ ക്രിയേഷൻ്റെ 6ാമത്തെ പ്രൊജക്റ്റായിട്ടാണ് തുടങ്ങിയത്. വാലപ്പൻ ക്രിയേഷൻസ് സാധാരണ സിനിമ ചെയ്യുന്ന ഒരു രീതിയല്ല എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ആദ്യം കമേഴ്ഷ്യൽ ഫിലിം ചെയ്തു. ആ ഫിലിമിന് തന്നെ ഞങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കൊറോണ കാലത്ത് ഒരുപാട് കലാകാരന്മാർക്ക് തൊഴിൽ ഇല്ലാത്തൊരവസരത്തിലായിരുന്നു ഞങ്ങളത് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കറിയാമായിരുന്നു, അന്ന് ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നമ്മുടെ സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരും, വക്കീലിൻ്റെ മക്കൾ വക്കീലും, പ്രൊഫസർമാരുടെ മക്കൾ പ്രൊഫസർമാരായി വരുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ കാണാറ്. അപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലും സിനിമാക്കാരുടെ മക്കളാണ് അതിനകത്ത് ഷൈൻ ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഈ മാറ്റം, ഇതിലൊരു മാറ്റമുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ അധികം പുതുമുഖ സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ കഴിവുറ്റ മുൻനിരയിലേക്ക് വരാൻ സാധിക്കാൻ അവസരം കിട്ടാത്ത രണ്ടാം നിരയിലെ മെയിൻ കഥാപാത്രങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങളന്ന് ആ പടം ആവിഷ്കരിച്ചത്. വളരെയധികം സാമ്പത്തിക നേട്ടത്തിനോ മറ്റുമല്ല ഞങ്ങളുടെ ഈ ആശയം കൊണ്ടുവരിക, എന്നാൽ ഞങ്ങൾ പണം നഷ്ടപ്പെടുത്താതെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ആ സിനിമയിൽ നമുക്കറിയാം, പാഷാണൻ ഷാജി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ നായക വേഷം കിട്ടിയൊരു സിനിമയാണ്. നമുക്കറിയാം, അതുപോലുള്ള ക്യാരക്ടറിന് നായിക വേഷം കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും, കഴിവില്ലാണ്ടല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് പല ഇക്വേഷൻസ് വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന നായകനും ഇന്ന നായികയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതിന് റേറ്റ് ഉണ്ടാവുള്ളൂ എന്ന ഒരു സമീപനത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് സമൂഹത്തിലേക്ക് ഒരു ആശയം കൊടുക്കാനും ഞങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരുപാട് താരങ്ങളെ ഞങ്ങൾക്ക് പുതുമുഖങ്ങളായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞങ്ങളെ പറ്റി സാധിച്ചു. അതുപോലെ തന്നെ രണ്ടാം നിരയിലെ ആൾക്കാരെ മുൻപോട്ട് കൊണ്ടുവരാൻ അതിൽ അഭിനയിച്ചവർ പാഷാൺ ഷാജിക്ക് പുറമെ നീന കുറുപ്പുണ്ട്. പഴയകാല നായികയായിട്ട് അഭിനയിച്ച നമ്മുടെ നീന കുറുപ്പ്, എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ ഒപ്പം തന്നെ കരിയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സുനിൽ സൂദ, ചെമ്പിൽ അശോകൻ, ശിവജി ഗുരുവായൂർ, നമുക്കറിയാം ഇവരൊക്കെ കഴിവുറ്റ ആൾക്കാരാണ് നമ്മുടെ സിനിമാ മേഖലയിൽ. പക്ഷെ അവർക്കൊന്നും മുഖ്യ റോളുകളിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വിഭിന്നമായിട്ടാണ് നമ്മൾ അന്ന് ആ പടം ചെയ്തതും അത് വിജയിപ്പിച്ചതും. സമൂഹത്തിന് അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ചെറിയ ബഡ്ജറ്റിൽ വലിയ സിനിമ, അതുപോലെ തന്നെ എല്ലാവർക്കും സാന്നിധ്യം, പുതുമുഖങ്ങൾക്ക് അവസരം, ഇതെല്ലാം ചെയ്ത് ഞങ്ങൾക്ക്, അതും പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ഈ കോവിഡ് കാലത്ത് ചെയ്തൊരു പടമായതുകൊണ്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നമുക്ക് കുറച്ചൊക്കെ സഹായിക്കാനായിട്ട് സാധിച്ചു.